ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ചെറിയൊരു മിനി ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലീനിങ് ആണ് എൻ്റെ മിനി ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ സ്റ്റെപ്പൊക്കെ കയറി ഞാൻ മുകളിലെത്തിയപ്പോൾ ഇവിടെ ചെറിയൊരു ലാൻഡിങ് ഉണ്ട് കേട്ടോ. ആ ലാൻഡിങ്ങിൽ ഒരു ഊഞ്ഞാല സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് സമയം അതിലിരുന്നൊന്ന് ഊഞ്ഞാലാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ആ കാണുന്ന റൂമിലാണ് എൻ്റെ പരിപാടി നടക്കാൻ പോകുന്നത്. കാര്യപരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ റൂമിനൊന്ന് പരിചയപ്പെടുത്തി തരാം. അത് ഞങ്ങളുടെ മജ്ലിസാണ്. അപ്പോൾ അവിടെ ഒന്ന് അലങ്കോലമായി കിടക്കുന്നത് കണ്ടുകൊണ്ട് ഒന്ന് കയറി വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ ക്ലീനിങ് പരിപാടി നടക്കുന്നത്. അങ്ങനെ വലിയ അലങ്കോലമൊന്നുമില്ല. കുട്ടികൾ എന്താണോ കയ്യിലുള്ളത് അതവിടെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം ആവശ്യമുള്ള മുതൽ മാത്രം അവിടെ വെക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിന് ആവശ്യമാണല്ലോ. കുട്ടികളെങ്ങാനും വഴിയെ നമ്മളെ റോൾ മോഡലാക്കിയാലോ എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇയാളെൻ്റെ പുതിയ കൂട്ടുകാരനാണ്. അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്ലാണ്ട് പൊടി തട്ടാനൊന്നും ഇല്ലായിരുന്നു. അത്രയ്ക്ക് വൃത്തികേടൊന്നും ഇല്ല. കുറേ സാധനങ്ങൾ അവിടെയും ഇവിടെയും കുട്ടികൾ കൊണ്ടുപോയിട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. പിന്നെ ഇതാ ഈ ഡിസൈനും ഈ ഇൻറ്റീരിയലൊക്കെയാണ് മജ്ലിസിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് കേട്ടോ. ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരേ ഒരു കലാകാരനായ ഹസ്ബൻഡാണ്. മൂപ്പർക്ക് അതിൻ്റെ അഹങ്കാരം ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മജ്ലിസിൻ്റെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. മജ്ലിസ് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ചു സിറ്റ് ഔട്ടിലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടാമെന്ന് വിചാരിച്ചു. പുറത്തുള്ള ഊഞ്ഞാലാവുമ്പോൾ എപ്പോഴും പൊടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ അത് തട്ടാൻ വേണ്ടി വന്നപ്പോൾ ഇതാ ഈ ഹരിതാപവും പച്ചപ്പൊക്കെ ഒന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ സിറ്റ് ഔട്ടിൽ കയറിയാലും ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കൽ, കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യൽ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ ഊഞ്ഞാലയൊക്കെ തട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഊഞ്ഞാലിൽ വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു. കാരണം ഡെയിലി നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഊഞ്ഞാലിലെ പൊടിയൊക്കെ ഒന്ന് തട്ടി മാറ്റാറുണ്ട്. കുറച്ച് സമയം ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം നേരെ അകത്തേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അകത്തേക്ക് പോരുമ്പോൾ ഈ കാണുന്ന ലൈറ്റ്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ ലൈറ്റ് ഞാൻ സെലക്ട് ചെയ്ത ലൈറ്റാണ്. ഞാൻ ഈ വീട്ടിൽ വേറൊന്നും ചൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ലൈറ്റ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഏതെടുത്താലും ഈ ലൈറ്റ് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? എൻ്റെ ഒരു സെലക്ഷൻ ചെയ്യാൻ ഞാൻ വലിയ മോശമൊന്നുമല്ല കേട്ടോ.